പൊന്നാനിയുടെ വികസനത്തിന് സമഗ്ര പദ്ധതിയുമായി NDA വികസനരേഖ. പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ വികസനരേഖ പ്രകാശനം ചെയ്തു. സാങ്കേതിക വികസനത്തിന് ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ് പൊന്നാനിയെന്നും മുൻ എംപിമാർ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് NDA വികസന രേഖ പുറത്തിറക്കിയത്. വിദ്യാഭ്യാസ മേഖലയ്ക്കും കാർഷിക തീരദേശ മേഖലകൾക്കും വികസന രേഖ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. ഗുരുവായൂർ റെയിൽവേ പാത വികസനം, മഴവെള്ള സംഭരണ പദ്ധതി, മാലിന്യ സംസ്കരണ പദ്ധതികൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ വികസന രേഖയിൽ മുന്നോട്ട് വയ്ക്കുന്നു. ഗുരുവായൂർ റെയിൽവേ പാത വികസനം എങ്ങുമെത്താതെ ഇഴയുകയാണെന്നും 1999 താൻ ഇടപെട്ട പദ്ധതിക്ക് അനുമതി നൽകിയിട്ടും സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഈ ഗുരുവായൂർ തിരുനവായ ലൈൻ സാങ്ഷൻ കൊടുത്ത ഞാനാണ്. എത്ര കാലമായിട്ടും ഇത് കൊണ്ടു നടക്കാൻ സാധിച്ചിട്ടില്ല. എത്രയോ കാലമായിട്ട് ഇപ്പം അത് ശരിക്ക് ശക്തിപ്പെടുത്താൻ സാധിച്ചു. സർവേ നടന്നു. അത് സാങ്ഷൻ ഇപ്പോഴും അത് ലൈവാണ്. അവർ തൽക്കാലം നിർത്തിവെച്ചിട്ടേ ഉള്ളൂ. ആ തൽക്കാലം നിർത്തിവെക്കുന്ന ക്ലോസ് മാറ്റിയവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അത് വലിയൊരു സഹായമായിട്ട് വരും ഇവിടേക്ക്. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തൽ, സാംസ്കാരിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന, സാമൂഹിക നീതി ഉറപ്പാക്കൽ, കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങ, മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന, ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ ഓരോ ഗ്രാമങ്ങളിലും ജൻഔഷധി മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങിയവയാണ് വികസന രേഖയിൽ പറയുന്ന മറ്റു പ്രധാന കാര്യങ്ങൾ. ജനം, മലപ്പുറം.